ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഞ്ചാബി സ്റ്റൈലിലൊരു ചിക്കൻ ഗ്രേവി ടൈപ്പിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 kg ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലോട് കൂടിയ ചിക്കൻ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനൊരു ചട്ടി, ഒരു കടായി ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വലുതായി കട്ട് ചെയ്ത് തന്നെ കേട്ടോ. നമ്മളിത് ശരിക്കും പേസ്റ്റാക്കി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി അതിലോട്ട് 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ സവാള നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു കടായി ചൂടാക്കി അതിലോട്ട് നമുക്ക് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് ചെറിയൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ 2 ചെറിയ തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തതാണ്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ട്, അത് മാറുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിൽ ഓയിലൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വെച്ച് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു 5 മിനിറ്റ് സമയം ഇതിലൊന്ന് ഈ മസാല ഇതുമെന്ന് പിടിക്കുന്നത് വരേക്കും ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ മാത്രം മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുള്ളൂ, അത് വളരെ കുറച്ചായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ചെടുക്കാം.
ഇനി നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കാം. അതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി. ചിക്കന് അത്യാവശ്യം ഒരു 70% ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ഇതിൽ ഈ വെള്ളം ഒന്ന് ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കാം. അത് കറിയൊക്കെ നന്നായിട്ട് വറ്റി പോയിട്ടുണ്ട് കേട്ടോ. അത്രയും മതി. ഇനി ഇത് നമ്മളൊരു ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് ടൈറ്റാവും. അപ്പോൾ നമുക്കിതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് ഞാൻ കുറച്ച് കസ്തൂരി മേത്തി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു 10 മിനിറ്റ് സമയം ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചാബി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.